ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ കാറിന്റെ ഉടമസ്ഥത സംബന്ധിച്ചിട്ടുള്ള ചില സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് പ്രധാനമായും ഇത് ഒരു ആളുടെ കൈവശം ഇരുന്ന വാഹനം വാങ്ങിയ ആളാണ് ഇപ്പോൾ ഇതിന്റെ പിറകിൽ എന്നുള്ളൊരു സംശയമാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. അതായത് നേരത്തെ ഒരാളുടെ പേരിലായിരുന്നു ഈ വാഹനം. ആ പേര് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം അത് സ്ഥിരീകരിക്കാത്ത ഒരു കാര്യമാണ്. അതായത് ഈ പേരിന്റെ കാര്യത്തിൽ ഒരു സംശയം ഡൽഹി പോലീസിനുണ്ട്. പക്ഷേ ഒരു കൈ മറിഞ്ഞ ഒരു വാഹനമാണ് ഇപ്പോൾ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്നുള്ള ചില സൂചനകളാണ് വരുന്നത്. ഈ രേഖകൾ, സർക്കാർ രേഖകൾ അവർ പരിശോധിച്ചു വരുന്നു. ഈ കാറ് വാങ്ങിയ ആളാണ്, വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഈ കാറ് വിറ്റ കാറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്, ഈ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള ചില സൂചനകളാണ് ഡൽഹി പോലീസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് ഇപ്പോൾ അവർ പ്രാധാന്യം നൽകുന്നത്. അതിന് പിറകിൽ ഇതാരാണ് എന്ന് കണ്ടെത്തി കഴിയാൻ പിന്നീട് മറ്റ് ഈ ശൃംഖല അല്ലെങ്കിൽ ഈ കണ്ണികളൊക്കെ തന്നെ ചേർത്ത് വെക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് വിറ്റ കാറാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഇതിന്റെ ഉടമസ്ഥത ആദ്യം ഇതിന്റെ ഉടമസ്ഥനെ അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. ഇപ്പോൾ വിറ്റത് എന്നുള്ളത് അത് പിന്നെ വ്യക്തമാകുന്നു. വിറ്റ കാറാണ് എന്നുള്ള തരത്തിൽ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. ഇതാരാണ് വാങ്ങിയത്, ആ ആൾ തന്നെയാണോ ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പിന്നീട് മറ്റാർക്കെങ്കിലും നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരത്തിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സെല്ലിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണവും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. 2 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഉള്ളവരെയൊക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇന്ന് രാത്രി തന്നെ അന്വേഷണത്തിലേക്ക് അവർ കടന്നിട്ടുണ്ട്. സംഭവം നടന്ന സമയത്ത് തന്നെ ഇപ്പോൾ NSC അടക്കമുള്ള ഏജൻസികൾ രംഗത്തിറങ്ങുന്നു, NIA രംഗത്ത് വരുന്നുണ്ട്. ഇത് 2 കാര്യങ്ങളാണ് ഇനി സ്ഥിരീകരിക്കാനുള്ളത്. ഒരു വാഹനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച മറ്റു വാഹനങ്ങൾ നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള തെരച്ചിലും പരിശോധനകളും ഒക്കെ തന്നെ വ്യാപകമായി നടക്കുന്നു എന്നുള്ളതാണ്. 2, ഇന്നലെയും ഇന്നുമായി നടന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയുടെ ഭാഗമായി കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കളാണോ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ എന്തെങ്കിലും ഒരു ലിങ്ക് ഇക്കാര്യത്തിൽ വേണ്ടതാണ് പോലീസിന്. അതായത് ഇന്ന് രാവിലെ പോലും 300-ലധികം കിലോ RDX പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്.